Magic morning. Magic morning. Magic morning, dears. ബിമാജിക്കിന്റെ 2149 സൂം മീറ്റിലേക്ക് ബിമാജിക് ഫോണ്ടേഴ്സ്, കരുത്തരായ ലീഡേഴ്സ്, എനർജറ്റിക് മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആർട്ട് ഓഫ് ഗിവിംഗ് എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് കരിയർ ആൻഡ് എന്റർപ്രന്യൂർഷിപ്പ് കോച്ചും ആയ ഡോക്ടർ നജീമുദ്ദീൻ സാറാണ് ലീഡ് ചെയ്യുന്നത്. സോ ഐ ആം വെൽക്കമിങ് നജീമുദ്ദീൻ സാർ ടു ദി സെഷൻ. Sir. Hello. Hello. കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. വെൽക്കം സർ. Okay, good morning all of you. Good morning sir. Good morning. ഞാൻ കറക്റ്റ് സമയം തന്നെയാണോ ഞാനുള്ളത്? എത്താൻ വൈകിയോ? ഹലോ. ഞാൻ കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5:20 ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മറ്റേ മെഡിറ്റേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഇടയ്ക്കൊന്ന് കട്ടായി പോയതാണ്. അപ്പോ വൺസ് അഗൈൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഡോക്ടർ KP നജീമുദ്ദീൻ. എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. എല്ലാവരും സുഖമാണല്ലോ അല്ലേ? ഹാപ്പി ആയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വളരെ സന്തോഷം എല്ലാവരെയും കൂടെ പരിചയപ്പെടാൻ സാധിച്ചതിൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ഗിവിംഗ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എനിക്കുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മണി വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് പറയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ആർട്ട് ഓഫ് ഗിവിംഗ്, നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അത് ഒരുപാട് പ്രഘോഷിപ്പിക്കപ്പെട്ട ഒരു എന്താ പറയുക, ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ് ശ്രീ രവിശങ്കറിന്റെ വകയായിട്ട്. പക്ഷെ ഞാൻ അതിനൊന്ന് വഴിമാറി ഒന്ന് ചിന്തിക്കുകയാണ്. ആർട്ട് ഓഫ് ഗിവിംഗ് എന്ന പേരിലൊന്ന് ചിന്തിക്കാം. ഗിവിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെ ലീസ്റ്റ് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഗിവിംഗ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് വാട്ട് ഐ ക്യാൻ ടേക്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത്, എന്തൊക്കെ എനിക്ക് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു മനുഷ്യന്റെ ഒരു മാനസികമായിട്ടുള്ള, അവന്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കൊടുക്കുന്നതിനെ പറ്റി അധികം ചിന്തിക്കാറില്ല. എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഒരു ചെറിയൊരു സംഭവം പറയാം. നമ്മളെല്ലാവരും നമുക്ക് ഒരു എത്രത്തോളം കിട്ടുന്നോ എല്ലാം എടുത്ത് അടുക്കി പെറുക്കി സൂക്ഷിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു പങ്ക് അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ നമ്മൾ എപ്പോഴും ഒരിക്കലും തയ്യാറാവാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ന്യൂ ഇയറോ മറ്റോ ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് പല പല സോഴ്സുകളിൽ നിന്ന് ഡയറികള്, കലണ്ടറുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകളുടെയും ഓഫീസുകളിലും വീടുകളിലും ഒക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷാവസാനം ഇപ്പൊ 2026 എന്നുള്ള വർഷം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ഡയറികളെല്ലാം തന്നെ ഒന്നും ഉപയോഗിക്കാതെ അവിടെ ഇപ്പോഴും വെറുതെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. കലണ്ടറുകളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. പക്ഷെ ആർക്കെങ്കിലും അത് കൃത്യസമയത്ത് കൊടുത്തിരുന്നെങ്കിൽ അത് അവിടെ വെറുതെ കിടക്കില്ലായിരുന്നു. ഒരാൾ ചോദിച്ചാൽ പോലും കൊടുക്കില്ല. പക്ഷെ എന്താ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്തു വെക്കും, എല്ലാം കളക്ട് ചെയ്ത് വെക്കും. പക്ഷെ അത് പിന്നീട് സ്വയം പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ വെറുതെ പൊടി പിടിച്ച് കിടക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പൊ മനുഷ്യനെപ്പോഴും അങ്ങനെയാണ്. മനുഷ്യനെപ്പോഴും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം, പക്ഷെ ഞാൻ ആർക്കും ഒന്നും കൊടുക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ്. അതും എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കുള്ളതൊന്നും പോരാ, എനിക്ക് ഇനിയും വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഉള്ള ആളുകളാണ് എല്ലാം പിശുക്കി വെച്ച് ജീവിക്കുന്നത്, ആർക്കും ഒന്നും കൊടുക്കാതെ ജീവിക്കുന്നത്. അതേസമയം കുറച്ച് മാത്രമുള്ള ആളുകൾ തങ്ങളുടെ കയ്യിൽ ഉള്ളത് പങ്കിട്ട് കഴിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് സ്ഥിരമായി കാണാൻ സാധിക്കും. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു വ്യക്തി, അദ്ദേഹം ബാങ്കിലേക്ക് വരുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നു. അദ്ദേഹം ഒരു വലിയൊരു സംഖ്യ, ഒരു 1,00,000 രൂപയോളം സംഖ്യ അദ്ദേഹം ബാങ്കിൽ നിന്ന് ക്യാഷ് ആയിട്ട് പിൻവലിക്കുകയാണ്. 10,000 രൂപ വീതമുള്ള 10 നോട്ടുകെട്ടുകളാണ് അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് കിട്ടിയത്. ഓക്കെ,
1,00,000 രൂപയാണ് അദ്ദേഹം പിൻവലിച്ചത്. 10,000 രൂപ വീതമുള്ള 10 നോട്ടുകെട്ടുകളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം ഒരു കവറിലിട്ടിട്ട് അത് തന്റെ ബൈക്കിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ നോട്ടുകെട്ടിലും 100ന്റെ എന്താ പറയാ 1000 കെട്ടുകൾ ഉണ്ട്. എന്താ പറയാ 100ന്റെ 100 കെട്ടുകളാണ് ഓരോ കെട്ടിലും ഉള്ളത് കേട്ടോ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോണ സമയത്ത് ഇദ്ദേഹത്തിന് അറിഞ്ഞില്ല ആ കവറിൽ ചെറിയൊരു ദ്വാരം ഉണ്ടായിരുന്നു. അപ്പൊ ഒരേ ഒരു നോട്ടുകെട്ട് മാത്രം റോഡിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. ആ വീഴുന്ന വീഴ്ചയിൽ ഇദ്ദേഹം അറിയാണ്ട് വണ്ടി ഓടിച്ച് പോയി. ആ നോട്ടുകെട്ട് വീണത് പോലും അറിയാതെ അദ്ദേഹം വണ്ടി ഓടിച്ച് പോവുകയാണ്. ആ നോട്ടുകെട്ട് വീണ വീഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ 10,000 രൂപയുടെ കെട്ടിൽ നിന്ന് ഒരേ ഒരു 100 രൂപയുടെ നോട്ട് മാത്രം പാറിപ്പറന്ന് ഇങ്ങനെ പോയി ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ വീണു കിടന്നു. അപ്പൊ നോട്ടുകെട്ട് കിടക്കുന്നത് ഒരു സ്ഥലത്തും 100ന്റെ നോട്ട് വീണ് കിടക്കുന്നത് വേറെ സ്ഥലത്തുമാണ്. ഒരാൾ ഇങ്ങനെ നടന്നിങ്ങനെ വരികയായിരുന്നു. അയാൾ നോക്കുമ്പോൾ അതേ റോഡ് സൈഡിൽ ഒരു 100 രൂപ കിടക്കുന്നു. അയാൾ ആ 100 രൂപയുടെ കുനിഞ്ഞെടുത്തു. എന്നിട്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ ഇങ്ങനെ നേരെ പോയി. വളരെ സന്തോഷമായി ഇയാൾക്ക്. അയാള് ഒരു 80 രൂപയ്ക്ക് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി നന്നായിട്ട് വയറ് നിറച്ച് അയാൾ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് തൊട്ടപ്പുറത്തെ ചായക്കടയിൽ പോയിട്ട് ഒരു 20 രൂപയ്ക്ക് 10 രൂപയ്ക്ക് അദ്ദേഹം ഒരു ചായ കുടിച്ചു. 20 രൂപയ്ക്ക് ബാക്കി ഒരു 10 രൂപയ്ക്ക് അദ്ദേഹം ഒരു മുറുക്കാനും ചവച്ചുകൊണ്ട് അദ്ദേഹം ഹാപ്പി ആയിട്ട് നടന്നുപോയി. അദ്ദേഹത്തിന് തോന്നി ഇന്നത്തെ ദിവസം കുശാലായി, ഞാനൊന്ന് വളരെ ഹാപ്പിയാണ്, ഞാൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചു, ഞാനൊരു ചായ കുടിച്ചു, കൂടെ ഒരു മുറുക്കാനും കഴിച്ചിട്ട് ഞാനിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്, ഇന്നത്തെ ദിവസം സൂപ്പറായി, ധന്യമായി എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ പോവുകയാണ്. അതേസമയം നമ്മുടെ ആ നോട്ടുകെട്ട് അവിടെ കിടക്കുന്നുണ്ട്. ബാക്കി 99 100 രൂപയുടെ നോട്ടുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു നോട്ടുകെട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഒരാള് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾ കാണുന്നത് ആ നോട്ടുകെട്ടാണ് കാണുന്നത്. അയാൾ ഓടി ചെന്ന് ആ നോട്ടുകെട്ട് എടുത്തു. ആ നോട്ടുകെട്ട് അയാളിനെ എണ്ണി നോക്കിയപ്പോ 10,000 രൂപയ്ക്ക് 100 രൂപ മാത്രം കുറവ്, 99 100ന്റെ നോട്ടുകൾ അതിലുണ്ടായിരുന്നു. പക്ഷെ അയാളിനെ ആലോചിക്കുകയാണ്, ഇങ്ങനെ ഒരു നോട്ടുകെട്ട് ഉണ്ടാവില്ലല്ലോ. ഒരു നോട്ടുകെട്ടൊക്കെ ആകുമ്പോൾ എന്തായാലും 10,000 രൂപ തികച്ചുണ്ടാവണമല്ലോ. അപ്പൊ ഒരു 100 രൂപ എവിടെയോ പോയിട്ടുണ്ട്, എവിടെയോ മിസ്സായിട്ടുണ്ട്, എവിടെയാ 100 രൂപ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ തെരഞ്ഞെടുക്കണം, ആ ഭാഗത്തൊക്കെ തെരഞ്ഞെടുക്കണം, എവിടെയാ 100 രൂപ, ഒരു 100 രൂപ കൂടി കാണണമല്ലോ, എവിടെ പോയി അത് എന്ന് തെരഞ്ഞെടുക്കണം. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരഞ്ഞിട്ടും അയാൾക്ക് ആ 100 രൂപ സാധിക്കില്ല. അതോടുകൂടി അയാൾ നിരാശനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലാം അയാളുടെ ചിന്ത ആ 100 രൂപ എവിടെ ആയിരിക്കും, ഒരു 100 രൂപ ഉണ്ടാവണമല്ലോ, അതെവിടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ തികച്ചും അസന്തുഷ്ടനായിട്ട് ആ രാത്രി അല്ലെങ്കിൽ ആ ദിവസം ചെലവിടുകയാണ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 100 രൂപ കിട്ടിയ ആള് അത് വെച്ചുകൊണ്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം പിന്നിട്ടു. അതേസമയം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 10,000 രൂപയെന്ന് 1 രൂപ മാറ്റം 100 രൂപ മാത്രം കുറഞ്ഞ് കയ്യിൽ കിട്ടിയ ഒരാൾ, ആ നോട്ടുകെട്ട് മുഴുവൻ കയ്യിൽ കിട്ടിയ ഒരാൾക്ക് അന്ന് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അവന്റെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. നമ്മൾ എപ്പോഴും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. നമ്മുടെ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് രാവണൻ ലങ്കയിലേക്ക് പോവുകയാണ്. അപ്പോ സീതയെ രാവണൻ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും പിന്നെ അവർക്ക് സഹായത്തിനായിട്ട് എത്തിയ വാനര സംഘവും ഹനുമാനെ അയക്കുകയാണ്. അങ്ങനെ ഹനുമാൻ അതിപ്രശസ്തമായിട്ടുള്ള ആ സമുദ്ര ലംഘനം നടത്തി അദ്ദേഹം 100 യോജന കടലിൽ താണ്ടി കടന്നിട്ട് ലങ്കയിലേക്ക് പോയിട്ട് അന്വേഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം പോകുന്നത് രാവണന്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. രാവണന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം പോയിട്ട് ആ പരിസരത്ത് എവിടെയെങ്കിലും സീതാദേവി ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ രാവണന്റെ അന്തപുരത്തിന്റെ വാതിലേക്ക് എത്തുകയാണ്. അവിടെ ഒളിഞ്ഞിരുന്നിട്ട് അദ്ദേഹം ഒരു മരത്തിന്റെ ചില്ലയിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് ജനാലയിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ അതേ അതിസുന്ദരിയായിട്ടൊരു സ്ത്രീ അകത്ത് നടക്കുന്നു. അപ്പൊ അദ്ദേഹം സീതാദേവി അല്ലേ അത്, അതേ മുഖമാണല്ലോ, അതേ സൗന്ദര്യം, അതേ പ്രൗഢി, സീതാദേവി അല്ലേ അത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷെ അദ്ദേഹം സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ആ സുന്ദരിയായ സ്ത്രീ അത് സീതാദേവി അല്ല. സീതാദേവിയോളം സുന്ദരിയായിട്ടുള്ള ആ സ്ത്രീ മറ്റാരുമല്ല, രാവണന്റെ പത്നിയായിട്ടുള്ള മണ്ഡോദരിയായിരുന്നു. അപ്പൊ ഹനുമാൻ ഭയങ്കര ഷോക്കായി പോവാണ്. ഇത്രയും സുന്ദരിയായിട്ടൊരു ഭാര്യ സ്വന്തമായി ഉള്ള സമയത്താണോ ഇദ്ദേഹം സീതാദേവിയിൽ അനുരക്തനായിട്ട് അവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഈ ശ്രമങ്ങളൊക്കെ നടത്തിയത് എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പൊ ഇതാണ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവണന് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിരിക്കുകയാണ്.
അദ്ദേഹം സീതാദേവിയെ കണ്ട് മോഹിച്ചിട്ട് അവരെയും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്നത്. ആ ഒരു അത്യാഗ്രഹം തന്നെയാണ് രാവണന്റെ പരാജയത്തിനും അദ്ദേഹത്തിന്റെ ആ ഒരു വീഴ്ചയ്ക്കും കാരണമായിട്ട് പിന്നീട് മാറുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എപ്പോഴും നമ്മൾക്ക് എന്തുണ്ട്. ഇപ്പൊ എന്നോടൊക്കെ കുറെ ആളുകൾ ചോദിക്കാറുണ്ട്, സാറിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, നമ്മൾ എപ്പോഴും മുകളിലോട്ട് ചിന്തിക്കണം, നമുക്ക് മുകളിലോട്ട് ചിന്തിക്കണം, കൂടുതൽ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. അതെങ്ങനെയാ സാർ, ഇത് രണ്ടും എങ്ങനെയാ ശരിയാവുക? നിങ്ങൾ ചിലപ്പം പറയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണമെന്ന്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പറയും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറയും. ഇത് ഏതാ സാർ ശരി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഇതിൽ നമുക്ക് രണ്ടായിട്ട് പതുക്കണം. നമ്മളൊന്ന് പേഴ്സണൽ ലൈഫ് എന്നും അതുപോലെ പ്രൊഫഷണൽ ലൈഫ് എന്നും നമുക്ക് രണ്ടാക്കി പതുക്കണം. ഇതില് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, പേഴ്സണൽ ലൈഫിൽ നമ്മൾ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെക്കാൾ പാവപ്പെട്ട, നമ്മളെക്കാൾ കുറഞ്ഞ ആളുകളുമായിട്ടാണ്. അതായത് നമ്മളെക്കാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, നമ്മുടെ അത്ര പോലും അസറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ അത്ര പോലും സുഖ സൗകര്യങ്ങളോ ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് നമ്മൾ പേഴ്സണൽ ലൈഫിൽ ചിന്തിക്കേണ്ടത്. എനിക്കൊരു നല്ലൊരു വീടുണ്ട്, എനിക്ക് ഒരു നല്ലൊരു കുടുംബമുണ്ട്, എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ട്, ആശ്വാസം, എനിക്ക് ഇത്ര മതി. കാരണം എനിക്ക് ചുറ്റുപാടുള്ള ആളുകൾ എല്ലാവരും രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത, ഒരു ഇരിക്കക്കൂര പോലും ഇല്ലാത്ത എത്രയോ ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളുകളുണ്ട്. ഒരു ആഘോഷ ദിവസത്തിൽ പോലും, ഒരു ഉത്സവദിനത്തിൽ പോലും പുതിയ വസ്ത്രം ധരിക്കാൻ ഭാഗ്യമില്ലാത്ത എത്രയോ ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് അനുഗ്രഹീതനാണ്. ഐ എം bestowed with a lot of blessings, abundant blessings from all sources of my life. എന്നെ ദൈവം വളരെയധികം സന്തോഷവാനായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. താങ്ക് ഗോഡ് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അതേസമയം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ആകരുത്. പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ എന്ത് വേണം? എപ്പോഴും ഉയർച്ച നോക്കണം, നമ്മളെക്കാളും മുകളിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കണം. നിങ്ങളൊരു സംരംഭകനാണോ എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ നല്ലൊരാളെ റോൾ മോഡലാക്കിയിട്ട്, നിങ്ങളെക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള ഒരാളെ റോൾ മോഡലാക്കിയിട്ട് അദ്ദേഹത്തിനെ പോലെ ആവാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മളെക്കാൾ താഴ്ന്ന ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ ജീവിക്കുക. പ്രൊഫഷണൽ ലൈഫിൽ നമ്മളെക്കാൾ ഒരുപാട് ഉയരങ്ങളിലുള്ള ആൾക്കാരെ നോക്കി നമ്മൾ അവരെ പുറകെ നമ്മൾ പോയിട്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും എനിക്ക് എന്ത് ഉണ്ട് എന്നുള്ളതല്ല, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാ, ഞാൻ എന്ത് കൊടുക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. പക്ഷെ അങ്ങനെ പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാറില്ല. ഒരാള് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നി അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. അപ്പോൾ അയാൾക്ക് തോന്നി, ഇനി ഞാൻ ഇവിടെ മടുത്തു, കുറെ കാലം ഇവിടെ ജീവിക്കുന്നു, ഇനി ഒന്ന് മാറ്റാം എന്ന് ചിന്തിച്ചിട്ട് അയാൾ ഒരു ലാൻഡ് ബ്രോക്കറെ വിളിക്കുകയാണ്. ലാൻഡ് ബ്രോക്കറെ വിളിച്ചിട്ട് അദ്ദേഹം തന്റെ വീട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് ഈ വീട് വിൽക്കണം, എന്നിട്ട് ടൗണിലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നല്ലൊരു വീട്ടിൽ എനിക്ക് താമസം മാറ്റണം, അതുകൊണ്ട് നിങ്ങൾ ഈ വീടൊന്ന് വിറ്റ് തരണം എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം ആ ലാൻഡ് ബ്രോക്കർ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ആ വീടിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ വീടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി എടുത്തിട്ട് അയാൾ പോവുകയാണ്. അവിടെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പേപ്പറിൽ ഈ വ്യക്തി, അതായത് വീടിന്റെ ഉടമസ്ഥൻ, ഒരു പരസ്യം കാണുകയാണ്. ആ പരസ്യം ഇങ്ങനെയായിരുന്നു: മനോഹരമായ ഒരു കുന്നിൻ ചെരുവില് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന് നടുക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് മനോഹരമായ ഒരു പുഷ്പലതാദികൾ, ഒരുപാട് മരങ്ങളും ഒരുപാട് നല്ല സുഗന്ധം പരത്തുന്ന പൂക്കളും ഒക്കെ ഉള്ള ഒരു ഗാർഡന് നടുക്ക്, നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്ത്, സ്വർഗതുല്യമായ ഒരു ഭൂപ്രദേശത്ത് മനോഹരമായ ഒരു വീടുണ്ട്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം ഇദ്ദേഹം കാണുകയാണ്. ഉടനെ ഇദ്ദേഹം വിളിക്കുകയാണ്, ആ നമ്പറിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു വീടുണ്ട് ഞാൻ അറിഞ്ഞു, എനിക്ക് ആ വീടൊന്ന് കാണണം, എനിക്ക് ആ വീട് വാങ്ങാൻ താല്പര്യം പറഞ്ഞിട്ട് ഇദ്ദേഹം ആ നമ്പറിലേക്ക് വിളിക്കുകയാണ്. ആ നമ്പറിലേക്ക് ഇദ്ദേഹം വിളിക്കുമ്പോൾ അവിടുന്ന് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഓടിയെത്തുന്നത് 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തെ കാണാൻ വന്ന അതേ ലാൻഡ് ബ്രോക്കർ തന്നെയാണ്. താൻ തന്നെയാണോ അതിന്റെ ആള്? ഓക്കെ, എനിക്ക് ആ തന്റെ പരസ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ആ വീട് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഏതാണ് ആ വീട്, എവിടെയാ അത്, എന്നെ കൊണ്ട് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോ ആ ലാൻഡ് ബ്രോക്കർ പറയാണ്, സാറേ ആ വീട് വേറെ ഒന്നുമല്ല സാറേ, അത് സാറിന്റെ അതേ വീട് തന്നെയാണ്. സാറിന്റെ വീടിന്റെ പരസ്യം ഞാൻ കൊടുത്തത്, ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് ആ വീട് വാങ്ങിയാൽ വേറെ ആൾക്ക് വിൽക്കണമല്ലോ, അതിനുള്ള പരസ്യം സാർ ഞാൻ കൊടുത്തത്, അതിൽ പറയുന്ന വീട് സാറിന്റെ വീട് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഇയാൾ ആകെ ഞെട്ടിപ്പോയി. ഇയാൾ എന്ത് ചെയ്തു? വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്റെ വീട് ഒന്നും കൂടി നോക്കുകയാണ്, ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കുകയാണ് തന്റെ വീടും ചുറ്റുപാടൊക്കെ. അപ്പോഴാണ് ഇയാൾ കാണുന്നത് മനോഹരമായ ഒരു കുന്നിൻ ചെരുവിലാണ് തന്റെ വീടുള്ളത്. തൊട്ടടുത്ത് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. കളകളാ ശബ്ദം ഒഴുകിക്കൊണ്ട് ഒരു കാട്ടുചോല അരയിലൂടെ ഒഴുകി പോകുന്നുണ്ട്. ചുറ്റുപാടും ഒരുപാട് വൃക്ഷലതാദികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സുഗന്ധം പരത്തുന്ന ഒരുപാട് പൂക്കൾ തനിക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് തന്റെ വീട് നിൽക്കുന്നുള്ള കാര്യം അയാൾ അപ്പോഴാണ് അയാൾ കാണുന്നത്. ഇതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. നമ്മളെല്ലാവരും, നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു
സുഖ സൗകര്യങ്ങളും ഒരു ഐശ്വര്യങ്ങളും നമ്മുടെ കണ്ണിൽ പിടിക്കില്ല. നമ്മൾ എപ്പോഴും അടുത്തുള്ള ആളിലേക്കാണ് നമ്മൾ നോക്കുക. നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തവന്റെ പ്ലേറ്റിലേക്ക് നമ്മളെ കണ്ണ് പോവുക. നമ്മളൊരു തുണിക്കടയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് വേറൊരാൾ സെലക്ട് ചെയ്ത് വെച്ച ഡ്രസ്സിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇങ്ങനെ എപ്പോഴും നമ്മൾക്ക് ഉള്ളതിനൊക്കെ വിട്ടുകൊണ്ട് മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എല്ലാവർക്കും ദൈവം ഒരിക്കലും പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ മനുഷ്യരാണ് നമ്മൾ സ്വയം അങ്ങനെ ഒരു കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സൈക്കിളിൽ പോകുന്ന ഒരാള് ബൈക്കിൽ പോകുന്ന ഒരാളെ നോക്കിയിട്ട് അസൂയപ്പെടുകയാണ്, എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ഉടനെ ബൈക്കിൽ പോകുന്ന ഒരാൾ നോക്കുകയാണെങ്കിലോ അയാൾ കാറിൽ പോകുന്ന ഒരാളെ നോക്കി അസൂയപ്പെടുകയാണ്, എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ വെയിൽ കൊള്ളാതെ AC ഇരുന്ന് യാത്ര ചെയ്യായിരുന്നു. കാറിൽ പോകുന്ന ആളോ, മാരുതി കാറിൽ പോകുന്ന ആള് അപ്പുറത്ത് BMW കണ്ട് ആഗ്രഹിക്കുന്നു. BMW പോകുന്ന ഒരാൾ അപ്പുറത്ത് ബെന്റ്ലി കാർ കണ്ട് ആഗ്രഹിക്കുന്നു. ബെന്റ്ലി കാറിൽ പോകുന്ന ഒരാൾ അപ്പുറത്ത് പോർഷെ കാർ കണ്ട് ആഗ്രഹിക്കുന്നു. പോർഷയിൽ പോകുന്ന ഒരാൾ അവിടുന്ന് റോൾസ് റോയ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നു. റോൾസ് റോയ്സിൽ പോകുന്ന ഒരാൾ ഫെറാരിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും നമ്മൾ ഒരിക്കലും സംതൃപ്തരല്ല. എനിക്ക് ഉള്ളതിൽ നമ്മൾ ആരും തൃപ്തരാവാതെ നമ്മൾ ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല, എനിക്കെന്നത് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു നൈറ്റ് ട്രെയിൻ, എല്ലാവരും മനസ്സിലൊന്നും ആ ചിത്രം മനസ്സിൽ കാണണം. ഒരു തീവണ്ടി രാത്രിയുടെ ഇരുട്ടിനെ തുളച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പതിയെ ചൂളം വിളിച്ചുകൊണ്ട് ആ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. ആ ഇരുട്ടിനെയും ആ നിശബ്ദതയെയും കീറി മുറിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് അതിന്റെ ആ ഒരു തീവണ്ടിയുടെ ചൂളം വിളി ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ തിങ്ങിക്കുത്തി ഇരിക്കുകയാണ്. അവിടെ ഒരുപാട് പേര്, അത് ദൂരയാത്രക്കാരായിട്ടുള്ള ആളുകൾ ഇരിക്കാൻ സ്ഥലമില്ലാതെ പരസ്പരം ശ്വാസം മുഖത്തടിക്കുന്ന വിധം അവരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരാള് ചിന്തിക്കുകയാണ്, എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിക്കാം. അതേസമയം അതേ കമ്പാർട്ട്മെന്റിലെ സീറ്റിൽ ഇരുന്നു പോകുന്ന ഒരാള് ചിന്തിക്കുകയാണ്, എനിക്ക് സ്ലീപ്പർ കോച്ചിൽ ഒരു സ്ലീപ്പർ ബർത്ത് കിട്ടിയിരുന്നെങ്കിൽ സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നു പോകുമായിരുന്നല്ലോ എന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്. അതേ ട്രെയിനിന്റെ സ്ലീപ്പർ ബർത്തിൽ ഒരാൾ കിടക്കുന്നുണ്ട്. അയാൾ ചിന്തിക്കുകയാണ്, സംഗതി എനിക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, കിടന്നു പോകാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്കൊരു AC കോച്ചിലും ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ ചൂട് കാണാതെ, ഈ വിയർക്കാതെ എനിക്ക് സുഖമായിട്ട് തണുപ്പൊക്കെ കൊണ്ട് തന്നെ പോകുമായിരുന്നു എന്ന് അയാൾ ചിന്തിക്കുകയാണ്. അതേസമയം AC കിടക്കുന്ന ഒരാൾ ചിന്തിക്കുകയാണ്, ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും ഈ AC കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരു പ്രൈവസി ഇല്ല. ഒരുപാട് ആളുകൾ അടുത്തിരിക്കുന്നുണ്ട്, അപ്പുറത്തെ ബേർത്തിലേക്ക് ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്, പ്രൈവസി ഇല്ല. ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പേ കിട്ടിയിരുന്നെങ്കിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാമായിരുന്നു, ഞങ്ങൾക്ക് പ്രൈവസി ഉണ്ടാവുമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. അതേസമയം അതേ ട്രെയിനിന്റെ ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നുണ്ട്. ഭർത്താവ് ലാപ്ടോപ്പിൽ കാര്യമായി എന്തോ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അയാളെ ഭയങ്കരമായിട്ട്, അപ്പൊ നല്ല ശീതീകരിച്ച ഒരുപാട് സൗകര്യങ്ങളുള്ള, നമ്മുടെ ഒരു വീടിന്റെ ബെഡ്റൂമിനേക്കാളും സൗകര്യങ്ങളുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പയാണത്. അവിടെ ഇരുന്നു കൊണ്ട് ഭർത്താവ് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി നേരത്ത്. ഭാര്യയെ അയാൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതേസമയം ഭാര്യ നോക്കിച്ചിരിക്കുകയാണ്, ഇയാള് എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഞാനാണെങ്കിലോ ഒന്നും ചെയ്യാനില്ലാതെ, ഒന്നും നോക്കാനും ഇല്ലാതെ ഞാൻ അങ്ങനെ വെറുതെ ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബോറടിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇതേ ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വരുന്നുണ്ട്. എനിക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരും ഹാപ്പി അല്ല. എല്ലാവരും അവർക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും കൊടുക്കണം. നമുക്ക് നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കണം എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ സാധിച്ചെന്ന് വരില്ല. നമ്മൾ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതിന്റെ ഒരു പാതി ഇല്ലെങ്കിൽ ഒരു അംശം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ വളരെ സ്വാർത്ഥനായിട്ട്, സെൽഫിഷ് ആയിട്ട് ആർക്കും ഒന്നും കൊടുക്കാതെ ജീവിച്ച കാലത്ത് എന്റെ ലൈഫിൽ ഒരു അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല.
എന്നാണോ ഞാൻ എൻ്റെ മനസ്സ് മാറിയിട്ട് മറ്റുള്ളവർക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണോ എന്ന് കൊടുക്കാവുന്നത്ര പരമാവധി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, അന്നൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഞാൻ MBA പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ ഗൾഫിലായിരുന്നു. പുള്ളി എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോഴും പൈസ അയക്കുമായിരുന്നു, എനിക്ക് ഫീസ് അടയ്ക്കാനും. എനിക്ക് അവിടെ തമിഴ്നാട്ടിൽ ആണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫീസ് അടക്കണം, അവിടെ ഹോസ്റ്റലിൽ റെന്റ് അടക്കണം, ഭക്ഷണം കഴിക്കണം, ഇതിനൊക്കെയുള്ള ഫണ്ട് എൻ്റെ ഫാദർ സ്ഥിരമായിട്ട് എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു. പക്ഷെ എന്തോ ചില കാരണങ്ങളുടെ പേരിൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പൈസ അയക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഫാദർ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, മോനെ ഇവിടെ കുറച്ച് സാങ്കേതികമായിട്ട് എന്തോ പ്രശ്നം കാരണം എനിക്ക് പൈസ അയക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ ഉടനെ അയക്കാം, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നത് പോവാണ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഒരു 50-ന്റെ നോട്ടും ഒരു 20-ന്റെ നോട്ടുമാണ്. ആകെ 70 രൂപ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. ഞാൻ ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിലേക്ക് പോയപ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഏറ്റവും ബാക്കിലാണ്. ഞാൻ പള്ളിയിൽ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലാണ് ഞാനുള്ളത്. പക്ഷെ അവിടെ കുത്തുബ നടക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു സുന്ദരനായിട്ടൊരു പയ്യൻ, നല്ല ക്യൂട്ടായിട്ട് ഒരു ഓമനത്തിന് തോന്നുന്ന ഒരു കൊച്ചു പയ്യൻ അവിടെ ഇങ്ങനെ തൊട്ടടുത്ത് അവിടെ കുറച്ച് മാറി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വളരെ ഓമനത്തുള്ള ഒരു കുട്ടി, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ പള്ളി കഴിഞ്ഞ പാട് അവിടെ ഒരു അനൗൺസ്മെന്റ് വന്നു, ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ, ആ പയ്യൻ ഒരു മാറാ രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. അവനിങ്ങനെ വളരെ ഭീകരമായിട്ടൊരു അസുഖമുണ്ട്. അപ്പൊ അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവനും അവന്റെ ഉപ്പയും കൂടി ഇവിടെ പൈസ സമാഹരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ആ കുട്ടിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോവാണ്. ഈ ഇത്രയും മനോഹരമായ ചിരിയുള്ള, ഈ സുന്ദരനായിട്ടുള്ള, ഈ ഓമനത്തം തുളുമ്പുന്ന മുഖമുള്ള ഈ കൊച്ചു കുഞ്ഞിന് ഇത്രയും മാരകമായിട്ടുള്ള അസുഖമോ ദൈവമേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നി അവൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നുകയാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, എൻ്റെ കയ്യിലുള്ള 50 രൂപയിൽ 50 രൂപ കയ്യിൽ വെച്ചിട്ട് 20 രൂപ അവന് കൊടുക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ അവന്റെ അടുത്തേക്ക് പോയിട്ട്, ഞാൻ ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ അവന്റെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ പോക്കറ്റിൽ കയറ്റി ഞാൻ ഒരു പൈസ നോട്ട് എടുത്ത് അവനെ ഞാൻ നീട്ടി. അവനത് വാങ്ങുകയും ചെയ്തു, ചിരിച്ചുകൊണ്ട് വാങ്ങുകയും ചെയ്തു. ഞാൻ അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ നടക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ദൈവമേ ഞാനിപ്പോ കൊടുത്തത് മാറിപ്പോയല്ലോ, നോട്ട് മാറിപ്പോയല്ലോ. ഞാൻ 20 രൂപക്ക് പകരം ഞാൻ 50 രൂപയാണ് ഞാൻ അവന് കൊടുത്തത്. പക്ഷെ ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കും, എൻ്റെ കയ്യിൽ ഇപ്പൊ ആകെ 20 രൂപയേ ഉള്ളൂ, അത് വെച്ച് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ, ഞാനിപ്പോ എന്ത് ചെയ്യും എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പാന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ചെയ്തു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നമുക്ക് തിരിച്ചു പോയിട്ട് അവനോട് കാര്യം പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് 20 രൂപ 50 രൂപ തിരിച്ചു വാങ്ങിയാലോ, ഒരു 20 രൂപ കൊടുത്താലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം എന്റെ മനസ്സ് പറയുന്നു, കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുന്നത് ഒരു മാന്യതയല്ല, ശരിയല്ല, അത് അവന് സങ്കടമാകും, നമുക്ക് സാരമില്ല, നമുക്ക് ആ 20 രൂപ മതി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഒരുവിധം എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സിൽ ഒരുപാട് ആശയക്കുഴപ്പമാണ്. കാരണം ഇനി ഉപ്പാന്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ച് വരുന്നത് വരെ എന്റെ കയ്യിൽ ആകെ 20 രൂപ മാത്രമേ ഉള്ളൂ, വേറൊരു വഴിയുമില്ല, അറിയാണ്ട് 50 രൂപ കൊടുത്തുപോയി. ഇങ്ങനെ ഞാൻ ആശയക്കുഴപ്പം നടന്നു വന്ന സമയത്ത് പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോണ് വരികയാണ് ഉപ്പാന്റെ കയ്യിൽ നിന്ന്. മോനെ ക്യാഷ് അയച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് അയച്ചിട്ടുണ്ട്, നീ അത് വെച്ച് ഹാപ്പി ആയിട്ടിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടും ഉപ്പാന്റെ ഫോണ് വരികയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു കളിയാണ്. കാരണം ദൈവം എന്നെ ഒരു പരീക്ഷിതാവാനാണ് സാധ്യത, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും കൊടുത്താൽ നമുക്ക് ഒരിക്കലും കുറഞ്ഞു പോവില്ല, നമ്മൾ കൊടുക്കുന്നതിന് എപ്പോഴും നേടുകയുള്ളൂ. ഒരു പ്രശസ്തമായിട്ടൊരു ചൊല്ലുണ്ട്, വെൻ ഗോഡ് ഗിവ്സ് യു മോർ, ഡോണ്ട് റൈസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബട്ട് റൈസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് എന്ന്. ദൈവം നമുക്ക് കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിത നിലവാരം മാത്രമല്ല ഉയർത്തേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നതിന്റെ നിലവാരവും ഉയർത്തിക്കൊണ്ടേ പോകണം എന്നാണ് അത് പറയാറുള്ളത്. ഞാൻ അവസാനമായിട്ട് ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്, തന്റെ ഫ്രണ്ടിനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഫ്രണ്ട് നല്ല അടിപൊളി ബൈക്കിൽ അങ്ങനെ വരികയാണ്. ഒരു അടിപൊളി ഫുൾ പുതിയ മോഡൽ ബൈക്കിൽ അവൻ ഇങ്ങനെ വരികയാണ്. സാധാരണ നടന്നു വരുന്ന അല്ലെങ്കിൽ ബസ്സിൽ വരുന്ന തന്റെ ഫ്രണ്ട് ഒരു അടിപൊളി ബൈക്കിൽ വന്നിട്ട് തന്റെ മുമ്പിൽ നിന്ന സമയത്ത് ഇവൻ ചോദിക്കാണ്, എടാ കൊള്ളാലോടാ, നല്ല അടിപൊളി ബൈക്ക്, സൂപ്പർ ആയിട്ടുണ്ട്, പുതിയ മോഡലാണല്ലേ, ഈ ബൈക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയേ നോക്കിയാണ്. അപ്പോ ആ വന്നവൻ പറയാണ്, എടാ ഇതൊന്നുമല്ലടാ, ഇത് എന്റെ ബ്രദർ ഈ ഇടയിൽ ഇപ്പോ UK ജോലി കിട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവൻ അവിടുന്ന് അവന്റെ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോ എനിക്ക് ഒരു പുതിയതായിട്ടൊരു ബൈക്ക് മേടിച്ചെന്നടാ, എന്റെ ചേട്ടൻ മേടിച്ചെന്ന ബൈക്കാണ് ഇത് എന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദ്യം നിന്ന പയ്യന്റെ അവന്റെ മുഖം ഒന്ന് മങ്ങി. അവന്റെ മുഖം മങ്ങിയത് കണ്ടപ്പോ ഈ ബൈക്കിൽ വന്ന കൂട്ടുകാരൻ ചോദിച്ചു, എടാ നിന്റെ മുഖം ഒന്ന് മങ്ങിയല്ലോ, നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ആ പറ എന്ന് പറഞ്ഞു.
നിനക്ക് ഇതുപോലെ UK പോയിട്ട് ജോലി കിട്ടുമ്പോ ഒരു ബൈക്ക് മേടിച്ചു തരാൻ ഒരു ബ്രദർ ഇല്ലല്ലോ, ഒരു ചേട്ടൻ ഇല്ലല്ലോ എന്നല്ലേ നീ ഇപ്പൊ ചിന്തിച്ചത് എന്ന് ചോദിച്ചപ്പോ ആ പയ്യൻ പറഞ്ഞു, ഏയ് അല്ല എന്ന് പറഞ്ഞു. നാളെ ഞാൻ പഠിച്ച് വലിയ ആളായിട്ട് UK പോയിട്ട് ആദ്യമായിട്ട് ശമ്പളം വാങ്ങുമ്പോ ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കാൻ എനിക്കൊരു അനിയൻ ഇല്ലല്ലോ എന്നാണ് ഞാനിപ്പോ ആലോചിച്ച് ദുഃഖിക്കുന്നത് മോനെ എന്നും ഒരു മറുപടി പറഞ്ഞു. അപ്പോ ഇതൊക്കെ ഒരു വലിയ ചിന്തയാണ്. എപ്പോഴും എനിക്ക് ആരും ഒന്നും മേടിച്ചു തരാനില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് കൊടുക്കാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ 10 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൽ 1 രൂപയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും എന്ത് നേടുന്നു എന്നതിനേക്കാളും വലിയത് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത്, എൻ്റെ ഈ ഓഫീസിൽ ഞാൻ കുറെ വർഷമായിട്ട് ജോലി ചെയ്യുന്നു, പക്ഷെ എനിക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഈ സ്ഥാപനം എനിക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഈ നാട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ ഈ നാട്ടുകാർ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ കുടുംബം എനിക്ക് ഒന്നും ചെയ്തു തന്നില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാളൊക്കെ പകരമായിട്ട് എപ്പോഴും ചിന്തിക്കുക, ഞാൻ എൻ്റെ സ്ഥാപനത്തിന് ഞാൻ എന്ത് കൊടുത്തു. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ 5 വർഷം കൊണ്ട് എന്നെ കൊണ്ട് ഈ സ്ഥാപനത്തിന് എന്ത് മെച്ചമാണ് ഉണ്ടായത്. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് വർഷമായിട്ട്, ഞാൻ ഈ നാട്ടിലെ പൗരനായി ജീവിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഈ നാടിന് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയ ഒരു തൈമാവെങ്കിലും ഞാൻ എൻ്റെ ഈ നാട്ടിലെ ഈ ഭൂമിയിൽ ഞാൻ നട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു കന്നുകാലി ഒരു പുൽമൈതാനത്തെ കുറച്ചു നേരം മേഞ്ഞു നടന്നാൽ പോലും കുറച്ച് ചാണകം അതിന് തിരിച്ച് നൽകിയിട്ടാണ് പോവുക, വളമായിട്ട് തിരിച്ചു നൽകിയിട്ടാണ് കന്നുകാലി ഇടമിട്ട് പോവുക. പക്ഷെ നമ്മൾ മനുഷ്യര് മാത്രമാണ് ഈ ഭൂമിയിൽ നിന്ന് എല്ലാം നേടിയിട്ട് എല്ലാം സ്വന്തമാക്കിയിട്ട് ഒന്നും തിരിച്ചു കൊടുക്കാതെ പോകുന്ന ആളുകൾ. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ഈ കുടുംബത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, എനിക്ക് കുടുംബത്തിന് ഞാൻ എന്ത് അങ്ങോട്ട് കൊടുത്തു, അവൻ എനിക്ക് എന്ത് ചെയ്തു, അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഉദാത്തമായ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോകണം. അപ്പോൾ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. നൽകുന്നവൻ മാത്രമേ നേടുകയുള്ളൂ. ആ നൽകുന്നവന് മാത്രമേ എന്നും ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ആ നൽകുന്നവന് മാത്രമേ ഈ സമൂഹം എന്നും ഉയർത്തി വെക്കുകയുള്ളൂ എന്നും കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ സമയം ഞാൻ കടന്നിരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു. എന്തായാലും ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് നല്ലൊരു ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുണ്ടാവട്ടെ. നിങ്ങൾ കൊടുക്കും തോറും നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചിട്ടൊരു കാര്യം അങ്ങനെയാണ്. നമ്മളെല്ലാം കെട്ടിപ്പൂഴ്ത്തി നമ്മുടെ ഒരു ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒന്നും ഒരു കാലത്തും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവില്ല, ജീവിതം ആസ്വദിക്കാൻ സാധിക്കില്ല. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് എല്ലാ വർഷവും വിഷുവിന് മക്കള് പുതിയ വസ്ത്രം എടുത്ത് കൊടുക്കും. അദ്ദേഹം ആ വസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി അലമാറയിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം ഒരു മുഷിഞ്ഞ വസ്ത്രം മാത്രം ധരിച്ച് നടക്കാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഒരു കോടിമുണ്ടിന് വേണ്ടിയിട്ട് അലമാര പരതിയപ്പോൾ ആ അലമാര നിറച്ചും പുതിയ കോടിമുണ്ടുകൾ, ഉപയോഗിക്കാത്ത കോടിമുണ്ടുകളായിരുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം ഉപയോഗശൂന്യമായ കോടിമുണ്ടുകളായി പോകാതിരിക്കട്ടെ. നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് എല്ലാം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ടൈം നമുക്ക് 20 വരെ ഉണ്ട് സാറേ. ടൈം 30 വരെയാണ് നമ്മുടെ ടൈം. 20 വരെ ഉണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയൊരു ഇന്ററാക്ഷൻ ആക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. ഒരു 5 മിനിറ്റ് സമയം നമുക്കുണ്ട്. അപ്പോൾ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ നമുക്ക് ആക്കാം. താങ്ക് യു സർ. എല്ലാ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. സാറിനോട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ശരിയാ. പക്ഷെ അർഹതപ്പെട്ടവർക്ക് വേണ്ടേ നമ്മളെ കൊടുക്കേണ്ടത്? ചിലവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ നമ്മളെ പുച്ഛത്തോടെ നോക്കാറില്ലേ? അപ്പൊ നമ്മൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആ കുട്ടിക്ക് കൊടുത്തു, അതുപോലെ നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴല്ലേ അവിടെ നമ്മുടെ മഹത്വം ഉണ്ടാവുക. ചോദിച്ചതാ. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഞാൻ അവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. വളരെ ശരിയാണ്. പക്ഷേ അർഹതപ്പെട്ടവർക്ക് നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതേസമയം ഒരാൾ ഇങ്ങോട്ട് ചോദിച്ചു വരികയാണ്, ഒരാൾ ഗതികെട്ട്, ചിലപ്പം അയാൾ കുറച്ച് സമ്പന്നനായിട്ട് ഒരാളായിരിക്കാം, പക്ഷെ ആ സമയത്ത് അയാൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കാം. ആ സമയത്ത് നമ്മൾ അവിടെ വലുപ്പ ചെറുപ്പം നമ്മൾ നോക്കേണ്ടതില്ല. അവിടെ ഒരാൾ നമ്മളത് സഹായം ചോദിച്ച് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ നമുക്ക് അയാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ശരിയായിട്ടുള്ളൊരു രീതി. അപ്പൊ ഇതിന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
ഒരു പള്ളി കമ്മിറ്റി, പള്ളി മീൻസ് നമ്മുടെ ഒരു നാട്ടിലെ ചർച്ചില് ഒരു സഭായോഗം നടക്കുകയാണ്. ആ യോഗത്തില് എല്ലാ മാസവും മീറ്റിംഗ് നടക്കാറുണ്ട്. ആ സമയത്ത് ഒരു അച്ഛൻ ഒരു വിഷയം മുമ്പോട്ട് വെക്കുകയാണ്. വളരെ വിദേശത്തുള്ള ഒരാള്, ആ നാട്ടിൽ ആ ഇടവകത്തിനുള്ള വിദേശിയായിട്ടുള്ള ഒരാള് ഒരു 25,000 രൂപ പള്ളിയിലേക്ക് അയച്ചിട്ടുണ്ട്. അയച്ചിട്ട് ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കാ അത് കൊടുക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പല പല പേരുകൾ പൊങ്ങി വരികയാണ് ആ മീറ്റിങ്ങിന് കൂടിയ ആളുകളുടെ ഇടയിൽ നിന്ന്. അപ്പോ ഒരു തീരുമാനമാകുന്ന സമയത്ത് തീരുമാനിക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇടവകയിലുള്ള എല്ലാ ആളുകളുടെയും പാവപ്പെട്ട ആളുകളുടെയും ഒരു പേര് നമുക്കൊരു ചീട്ട് പോലെ എഴുതി ഇടാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു പേര് നമ്മൾ നിറക്കിട്ടെടുക്കാം. എന്നിട്ട് അയാൾക്ക് നമ്മൾ 25,000 രൂപ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഒരു അഭിപ്രായം വരികയാണ്, അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ പലരും പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ദരിദ്രരായിട്ടുള്ള പേര് മാത്രമല്ല, നമുക്ക് എല്ലാവരുടെയും പേര് നമ്മളൊരു ചീട്ടിൽ എഴുതിയിടാം. അതിന്ന് നമുക്ക് കിട്ടുന്ന ആൾക്ക് നമ്മൾ ആ പൈസ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അവർ നോക്കുന്ന സമയത്ത് അങ്ങനെ നിറക്കിടുന്നു. ആ നിറക്ക് കിട്ടിയത് ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള, ഏറ്റവും പിശുക്കനായിട്ടുള്ള, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത, ഒരാൾക്ക് പോലും 5 രൂപ പോലും കൊടുക്കാത്ത ഒരു ആളുടെ പേരാണ് അതിൽ വന്നത്. അപ്പൊ ഒരുപാട് എതിർപ്പ് വന്നു. സാർ, ഇയാൾക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അച്ചോ, ഇയാൾ കൊടുക്കാൻ പറ്റില്ല, ഇയാൾ ഭയങ്കര പിശുക്കനാണ്, ഇയാൾ ഓൾറെഡി ഒരുപാട് സമ്പത്തുള്ള ഒരാളാണ്, പക്ഷെ ഇയാൾക്ക് നമ്മൾ കൊടുക്കരുത് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടണം. അയാൾ ആരെയും സഹായിക്കാറില്ല, പള്ളിക്ക് വേണ്ടി പോലും അയാൾ 10 രൂപ ചെലവാക്കാറില്ല, അയാൾക്ക് നമ്മൾ കൊടുക്കരുതെന്ന് തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് അച്ഛൻ പറയാണ്, എന്തോ നമ്മൾ തീരുമാനിച്ചു, എന്നിട്ട് നമ്മൾ നിറക്കെടുത്തപ്പോ അയാളുടെ പേരാണ് വന്നത്. ഒരു പക്ഷെ അതായിരിക്കാം ദൈവഹിതം. അപ്പൊ നമുക്ക് ദൈവഹിതം പോലെ പ്രവർത്തിക്കലാണ് ഏറ്റവും അഭികാമ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ തർക്കം വേണ്ട, നമ്മൾ ഈ പൈസ അയാൾക്ക് തന്നെ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇവര് അച്ഛന്റെ നേതൃത്വത്തിൽ 4-5 പേര് ഇയാളുടെ വീട് സന്ദർശിക്കുകയാണ്. അപ്പോ ഇയാൾ വന്ന് ഡോറ് തുറന്നപ്പോഴേ ഇയാളുടെ മുഖത്ത് ശരിയല്ല. ഇവരെന്തോ പിരിവിന് വന്നാണോ എന്ന് ചോദിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ചിട്ട് എന്താ നോക്കിയാണ്. അപ്പൊ ഇവര് കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞങ്ങളിങ്ങനെ ഏറ്റവും ദരിദ്രനായുള്ള ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് നെറുക്കിട്ടെടുത്തപ്പോ താങ്കളുടെ പേരാണ് മുമ്പോട്ട് വന്നത്, അതുകൊണ്ട് ഈ പൈസ ഞങ്ങൾ താങ്കൾക്ക് തരാൻ തീരുമാനിച്ചു, ഈ 25,000 രൂപ താങ്കൾ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ കൊടുക്കുന്ന സമയത്തും ഈ കൂടെ വന്ന ആൾക്കാർ, അച്ഛന്റെ കൂടെ വന്ന ആൾക്കാരെ മുഖം ഒരു തെളിച്ചില്ല. ഇയാൾക്കാണല്ലോ കാശ് കൊടുക്കേണ്ടി വന്നത്, ആ പൈസ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്ക് ഉപകാരപ്പെടുമായിരുന്നു എന്ന് പറയാണ്. ഇപ്പൊ ഈ മാഡം പറഞ്ഞ പോലെ ഈ അർഹതപ്പെട്ട ആൾക്കാർക്കെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന ചിന്ത അവിടെ വരികയാണ്. അയാൾ ആ പൈസ കൈ പിടിച്ചുടനെ തെറിച്ചു നിൽക്കുകയാണ്. അച്ഛനും കൂട്ടരും മടങ്ങിപ്പോയി. അവിടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടുത്തെ ഇടവകപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും ആ മീറ്റിങ്ങിന് വീണ്ടും ഒത്തുകൂടിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് ഈ ധനികനായിട്ടുള്ള വ്യക്തി കയറി വരികയാണ്. എന്നിട്ട് അയാൾ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അച്ഛനോട് പറയണം, അച്ഛോ എനിക്ക് മാപ്പ് വരണം, കാരണം ഇവിടെ സംഭവിച്ചത് ഒരു വലിയൊരു സൂചികയാണ്, എന്നെ ദൈവം വലിയൊരു പാഠം പഠിപ്പിച്ചതാണ്. എനിക്ക് സമ്പത്ത് കൊണ്ട് ഞാൻ വളരെ ധനികനാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ദരിദ്രനാണെന്ന് ഇത് ചൂണ്ടിക്കാണിച്ചു തന്നു. ഈ ഒരു സംഭവത്തിലൂടെ ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്, ദൈവം എന്നെ അങ്ങനെ ആ രീതിയിലാണ് എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോ ഞാൻ മനസ്സുകൊണ്ട്, ചിന്തകൾ കൊണ്ട്, നന്മകൾ കൊണ്ട് ഒരുപാട് ദരിദ്രനാണ്. അപ്പൊ ഇനി ആ ഒരു ജീവിതം ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. ഞാൻ എനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട്, എല്ലാവരെയും സഹായിച്ചുകൊണ്ട്, നിങ്ങളിൽ എല്ലാവരിലും ഒരാളായിക്കൊണ്ട്, നല്ലൊരു നാട്ടുകാരൻ, നല്ലൊരു പൗരനുമായിക്കൊണ്ട് ഞാൻ ജീവിക്കും അച്ചോ. ഇനി ഞാനൊരു പുതിയൊരു മനുഷ്യനായിരിക്കും എന്ന് പറയണം. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവിടെ അർഹതപ്പെടാത്ത ഒരാൾക്ക് ആ കാശ് കൊടുത്തെങ്കിലും അത് അയാൾക്ക് സ്വയം ചിന്തിക്കാനും സ്വയം വിലയിരുത്താനും ഒരു റിട്രോസ്പെക്ഷൻ നടത്തിയിട്ട് അയാൾക്ക് തൻ്റെ ഉള്ളിലുള്ള തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, തനിക്ക് എവിടെയാണോ തൻ്റെ ഒരു ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയതെന്ന് തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് വരാനും ഒരു നന്മയുടെ മാർഗത്തിലൂടെ പുതിയ ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കാനുമുള്ള ഒരു പ്രേരണ അയാളിൽ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളായിട്ട് കൊടുക്കുന്ന സമയത്ത് അർഹതപ്പെട്ട ആളുകളെ തെരഞ്ഞ് നടന്ന് കൊടുക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേസമയം നമ്മൾ അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ചെറുപ്പത്തില് എൻ്റെ വല്യമ്മ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവർ ഈ പച്ചക്കറി കൊണ്ടൊക്കെ വരുന്ന ആളുകളുമായിട്ട് എപ്പോഴും തർക്കിക്കും. കൂടിപ്പോയാൽ 2-3 രൂപ, അന്നൊക്കെ 2 രൂപ വലിയ സംഖ്യയാണ്. 2 രൂപക്കൊക്കെ വേണ്ടി എൻ്റെ വല്യമ്മ ഞാൻ അങ്ങനെ പച്ചക്കറിന്റെ ആൾക്കാരോട് തർക്കിക്കുന്നത് ഞാൻ കാണാറുണ്ട്. തരാൻ പറ്റില്ല, 2 രൂപ കുറച്ചേ തരുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് തർക്കിച്ച് ബാർഗെയിൻ ചെയ്ത് അവസാനം ആ ആള് സമ്മതിക്കും. ഓക്കെ അമ്മച്ചി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പൈസക്ക് സമ്മതിക്കും. അമ്മച്ചി പച്ചക്കറി വാങ്ങിയിട്ട് വരികയും ചെയ്യും. എന്നിട്ട് പോകുന്നതിന് മുമ്പ് പറയണം, നീ പോലെ അവിടെ നിൽക്ക് എന്ന് പറയും. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ചായയും പലഹാരവും ഒക്കെ കൊടുക്കും.
അവന് പച്ചക്കറി വണ്ടിക്കാരെങ്കിൽ ചായയും പലഹാരം കൊടുക്കുന്നു. അപ്പോൾ കുടിച്ചിട്ട് പോയിക്കോ, നല്ല ക്ഷീണം നിന്റെ മുഖത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാ വല്യമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ ഈ തർക്കിച്ച് 2 രൂപ കുറപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് 4 രൂപയുടെ ചായയും കൊടുത്ത് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്യമ്മ എപ്പോഴും പറയാറുണ്ട്, എടാ ബിസിനസ്സിൽ ഒരു കച്ചവടം നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ലാഭം നോക്കണം. പക്ഷെ ജീവിതത്തിൽ ഒരാളെ സഹായിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ലാഭം നോക്കരുത് എന്ന് വല്യമ്മ പറയാറുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു 4-5 വർഷം മുമ്പ് ഒരു റമദാൻ നോമ്പിന്റെ സമയത്ത് ഞാനും ഈ വല്യമ്മയുടെ മകൻ, അതായത് എന്റെ അമ്മാമൻ, ഞങ്ങളൊരു അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്തിരിക്കുകയാണ്. അപ്പൊ ഈ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന ഒരു പയ്യൻ അവിടെ വരികയാണ്. അവന് വന്നിട്ട് ഞങ്ങൾ ചോദിച്ചാൽ ഒരു 9 കത്തികൾ, ആ വീട്ടിലുള്ള 9ഓളം കത്തികൾ, പല ഷേപ്പിലുള്ള കത്തികൾ അവിടെ കൊടുത്ത് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് എത്ര രൂപയാവും എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഒരു കത്തിക്ക് ഏകദേശം ഒരു എന്താ പറയാ ഒരു 150 രൂപ റേറ്റ് ഇട്ടിട്ട് അവനൊരു 1500 രൂപ അവൻ റേറ്റ് പറഞ്ഞു. അപ്പോ എന്റെ അമ്മാമൻ അവനുമായിട്ട് ബാർഗെയിൻ ചെയ്യണം, പറ്റില്ല, തരാൻ പറ്റില്ല എന്ന് ബാർഗെയിൻ ചെയ്യാണ്. എന്നിട്ട് കുറച്ച് കൊടുത്തിട്ട് ഒരു കത്തിക്ക് 50 രൂപ എന്ന രീതിയിലാക്കി, 50 രൂപ എന്ന രീതിയിലാക്കി. അങ്ങനെ അവൻ എന്താ വെച്ചാൽ സമ്മതിച്ചു, ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് സമ്മതിച്ചിട്ട് അവന് ആ 50 രൂപക്ക് കത്തി മൂർച്ച കൂട്ടാൻ തയ്യാറായി. ലാസ്റ്റ് കത്തി എല്ലാം മൂർച്ച കൂട്ടി കഴിഞ്ഞപ്പോ 450 രൂപ ആണ് സംഖ്യ അവന് വേണ്ടത്. അപ്പൊ അമ്മാവൻ അവന് 500 രൂപ കൊടുത്തു. ഇതാ നിന്റെ കൂലി, 50 രൂപ തിരിച്ചു കൊണ്ടാന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ നോക്കുകയാണ്, ഛേ ആ 50 രൂപയെങ്കിലും എനിക്ക് തന്നൂടെ ഇയാൾക്ക് എന്നുള്ള നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയാളിങ്ങനെ ഇതാക്കി സങ്കടപ്പെട്ടിട്ട് 50 രൂപ തിരിച്ച് കൊടുത്തു. അടുത്ത ക്ഷണം എന്റെ അമ്മാമൻ ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1000 രൂപയുടെ നോട്ട്, അന്ന് 1000 രൂപയുടെ നോട്ടുള്ള കാലമായിരുന്നു, 1000 രൂപയുടെ നോട്ട് അവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. എന്താ ഇത് എന്റെ വകയായിട്ട് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1000 രൂപ എക്സ്ട്രാ അവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അമ്മാമനോട്, അവൻ പോയതിനു ശേഷം അമ്മാമനോട് ചോദിച്ചു, അങ്കളെ എന്ത് പണിയാ കാണിച്ചത്? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനെ ആദ്യമേ തന്നെ 1500 രൂപ കൊടുത്താൽ പോരെ, അവൻ ചോദിച്ച പൈസ കൊടുത്താൽ പോരെ? ഇത്രയും ബാർഗെയിൻ ചെയ്ത് സമയം ഒരുപാട് വേസ്റ്റ് ആക്കിയതിനു ശേഷം, നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ആക്കിയതിനു ശേഷം, വായിലെ വെള്ളം വറ്റിയതിനു ശേഷം പിന്നെ വീണ്ടും 1500 രൂപ കൊടുക്കേണ്ട വല്ല കാര്യം എന്ന് വെച്ചപ്പോ അമ്മാവൻ പറഞ്ഞു, എടാ എന്റെ കയ്യിൽ പൈസ ഉണ്ട്, എനിക്ക് കൊടുക്കാൻ സാധിക്കും. അവൻ പറഞ്ഞ പാടെ ഞാൻ 1500 രൂപ ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അവന് ഇതേ ട്രിക്ക്, ഇതേ ടെക്നിക്ക് എല്ലായിടത്തും പ്രയോഗിക്കും. ചിലപ്പം അവർക്ക് എല്ലാവർക്കും ഇതേപോലെ കൊടുക്കാൻ പറ്റിക്കോളന്നില്ല. അവൻ ചിന്തിക്കും, അവൻ എന്നെ പറ്റിച്ചതാന്ന് ചിന്തിക്കും, ഓ ഞാൻ ഭയങ്കര സാമർത്ഥ്യം കൊണ്ട് ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് ഞാൻ 1500 രൂപ അടിച്ചെടുത്തുന്ന ചിന്തയിലായിരിക്കും അവനോട് പോകുന്നുണ്ടാവുക. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്ത പ്രകാരം നോക്കിയേ, അവന് ആ ചെയ്ത ജോലിക്ക് എന്താണോ അർഹതപ്പെട്ടത് അത് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. പ്ലസ് അതിന്റെ കൂടെ അവൻ ആഗ്രഹിച്ച ഒരു 1000 രൂപ ഞാൻ എക്സ്ട്രാ കൊടുത്തു, അത് എന്റെ വകയായിട്ട് ഞാൻ കൊടുത്തു. ഇപ്പൊ അവനും ഹാപ്പി, ഞാനും ഹാപ്പി, ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയത് വളരെ ശരിയാണെന്ന് തോന്നി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ നമ്മൾ അർഹതപ്പെട്ടവർക്കും കൊടുക്കുമ്പോഴും അത് അളന്ന് കൊടുക്കണം. അതേസമയം ഒരു അർഹതയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾ അത്രയും ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളോട് കൊടുക്കാൻ തയ്യാറാവണമെന്ന് കൂടി ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാഡത്തിന്റെ പോയിന്റ് ക്ലിയർ ആയിട്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്ത ആള് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം സാർ പറയൂ സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഗിവിങ്ങിനെ പറ്റി എടുത്ത ക്ലാസ്. എനിക്കധികം വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രാക്ടിക്കലായി സംഭവിച്ചപ്പോൾ സാധാ പള്ളി എന്ന് പറഞ്ഞ കേസ് നമ്മളെ ബുദ്ധിമുട്ടുള്ള ഒരാളെ സഹായിക്കുമ്പോൾ യൂണിവേഴ്സ് പഠിത്തം എവിടുന്നാ തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് എത്രയോ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഇഷ്ടം പോലെ അനുഭവമുണ്ട്. അതാണ് നമ്മൾ പറയില്ലേ, മുക്കുന്ന കിണറ്റിലെ ഉറവുണ്ടാവുള്ളൂ. കിണറിൽ മുക്കാതെ വെച്ചാല് അതിൽ അതെപ്പോഴും സ്റ്റാഗ്നന്റ് ആയി. അതിനെ നമ്മൾ ഡെയിലി മുക്കി ഉപയോഗിക്കുന്ന കിണറാണ് അതിങ്ങനെ ഉറവ് കൊടുക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ഈ വക പ്രവർത്തനം ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പണം എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള സാധനം, നമ്മളെ ആവശ്യത്തിന് കഴിച്ചുള്ള സാധനങ്ങളല്ലേ എന്ത്. വീട്ടിലിപ്പോ ഉപയോഗശൂന്യമായ സാധനം നമുക്ക് ഉപയോഗശൂന്യമാണെങ്കിലും മറ്റുള്ള വീട്ടിലേക്ക് അത് ഉപയോഗിച്ചെങ്കിൽ അതപ്പം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വേണ്ടതായിരിക്കും, നമുക്കുള്ളത് മെച്ചപ്പെടുക. ഡ്രസ്സിന്റെ കാര്യത്തില് ഞാനൊക്കെ ഡ്രസ്സൊക്കെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അത് അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എന്ത് സാധനം നമ്മളങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അത് എന്നെ സ്വാധീനിച്ച ഒരു സൂക്തം ഖുർആനിൽ അതാണ്.
മന്ദല്ലദീ യഖ്ദിറുല്ലാഹു ഖറദൻ ഹസനാ വയുദാഇഫു ലഹു അദ്ആഫൻ വല്ലാഹു യഖ്ദിറു വയബ്സുത്തു. അത് ദൈവത്തിന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ ആരാനുള്ളത് എന്നാണ്. അങ്ങനെ കൊടുക്കുന്ന കടം ഞാൻ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഞാനാണ് ധനം തരുന്നതും എടുക്കുന്നതും, എന്നിലേക്കാണ് നീ മടങ്ങേണ്ടത്. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് എത്രയോ വർദ്ധിച്ചു വരികയില്ല. എല്ലാ കൊല്ലവും സക്കാത്ത് കൊടുക്കുന്ന ഒരാളാണ്. അതിന്റെ എത്ര എത്തിയാണ് അടുത്ത കൊല്ലം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തിൽ ധനം വന്നിട്ടാണ്. വളരെ കറക്റ്റ് പോയിന്റാണ് സാറ് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച് സാർ. ഓ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് തോന്നുന്നു എനിക്കൊരു 4 മിനിറ്റും കൂടി, ഒരു 6:30 വരെ നമുക്ക് ഇരിക്കാൻ തോന്നുന്നു. എല്ലാവരും അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയാം. നമുക്ക് ഈ ദിവസം ഏറ്റവും മനോഹരമായ തുടക്കമാവട്ടെ അത്. മാജിക് മോർണിംഗ് സാർ, നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ ആണ്. അതുപോലെ ബ്യൂട്ടിഫുൾ നറേഷൻ ആണ് ഉണ്ടായത്. പല കഥകളിലൂടെ കൂടിയിട്ട് അതിൽ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ആശയം നമ്മളിലേക്ക് എത്തിച്ച്, ആ ചാരിറ്റീന്റെ കാര്യം നമ്മൾ കൊടുത്താലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതിൽ കൊടുത്തതിന്റെ പുണ്യം നമുക്ക് ഉണ്ടാവും. അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ള, നമുക്ക് കാരുണ്യം, ദയ എന്നുള്ളതൊക്കെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു പര്യായം ശരിക്ക് പ്രാവർത്തികമാക്കാനും നല്ലൊരു മനുഷ്യ ജീവിതം നമുക്ക് കാഴ്ചവെക്കാനും ഇത് ഉപകരിക്കുന്നുള്ളതാണ്. നല്ല പ്രസന്റേഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത് പറയാൻ ട്രെയിനിന്റെ കാര്യമല്ല ശരി, 100-ന്റെ നോട്ടിന്റെ കാര്യമല്ല ശരി, ബൈക്ക് എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു, അവന് കൊടുക്കാമായിരുന്നു ഉള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നല്ല രീതിയിലാണെന്ന് അവതരിപ്പിച്ചത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്നതിന്റെ പുണ്യം, അതിനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ധർമ്മം ചെയ്യുക. അപ്പൊ നമ്മൾ അർഹതപ്പെട്ടവർക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാറിന്റെ എക്സ്പ്ലനേഷനും വളരെ ഭംഗിയായി, പള്ളിയിലച്ഛൻ്റെ കാര്യമൊക്കെ ആയി ശരി. ഇന്ന് രാവിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് കിട്ടിയത്. താങ്ക് യു വെരി മച്ച് സാർ. സന്തോഷം സാർ, വളരെ സന്തോഷം സാർ കേട്ടത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഹലോ, ആ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമുക്കൊരു 2 മിനിറ്റ് കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ശ്രീകൃഷ്ണ. പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. ഹലോ, കേൾക്കുന്നില്ല, വ്യക്തമായി കേൾക്കുന്നില്ല. നവൽ സാറിന് സൗണ്ട് കുറവാ കേട്ടോ. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. കാരണം പണ്ടുള്ള ആളുകൾ പറയുന്നു ഞാനും എൻ്റെ കെട്ടികളും തട്ടാനും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എല്ലാവരും. ചുറ്റുമതിലെ കെട്ടി ഗേറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ചോറും കറി ഉണ്ടാക്കിയാൽ നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു അടുത്തുള്ള വീടുകളിലൊക്കെ. ഇപ്പൊക്കെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി പരസ്പരം കാണാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാറിന്റെ ക്ലാസ്. വളരെ അനുയോജ്യമായിട്ടുള്ള ക്ലാസ്സാണ്. അതുപോലെ തന്നെ മാം നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ ആളുകളെ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഞാൻ കുറെ കാലം മുമ്പ് വയനാട്ടിലെ ഒരു ഉരുൾപൊട്ടലിന്റെ സമയത്ത്, ചൂരൽമലന്റെ അല്ല, അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇവിടുന്ന് കിറ്റുകളൊക്കെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കിറ്റുകളൊക്കെ കൊണ്ടുപോയ സമയത്ത് അടുത്തടുത്ത വീട്ടുകളിലൊക്കെ കൊടുത്തു. അപ്പൊ ഒരു വലിയ വീട് കണ്ടു, അവിടെ ഒരു കാറൊക്കെ കണ്ടപ്പോ നമുക്ക് അങ്ങോട്ട് കയറാൻ മടി. കാരണം അത്യാവശ്യം നല്ലൊരു സാമ്പത്തികമുള്ള വീടാണ്. അപ്പൊ ആ ഒരു ഉമ്മ ഇങ്ങനെ കർട്ടനുള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മടി അങ്ങോട്ട് പോകാൻ. അപ്പം തൊട്ടടുത്തുള്ള ചേച്ചി പറഞ്ഞു അങ്ങോട്ട് പോയോ ചോദിച്ചു. ഇല്ല, അവിടെ പോയില്ല. അപ്പൊ വീടൊക്കെ കണ്ടപ്പോ അങ്ങനത്തെ ഒരു മടി കയറാന്നാണ് പറഞ്ഞത്. അവിടുത്തെ ആള് ഇങ്ങനെ ഗൾഫിലായിരുന്നു. അദ്ദേഹം വന്നു. അപ്പൊ ഇതിലൊക്കെ പെട്ട് അദ്ദേഹത്തെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. വളരെ സാമ്പത്തികമായിട്ട് ഇപ്പോ ബുദ്ധിമുട്ടിലാണ്. പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല, പക്ഷെ അവർക്ക് ചോദിക്കാനും മടിയാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് കിറ്റുകൾ കൊണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തോളൂ പറഞ്ഞു. അപ്പൊ ഞങ്ങളത് ഞെട്ടിപ്പോയി. അപ്പൊ ഞങ്ങളത് കൊണ്ടു കൊടുത്തപ്പോ തന്നെ ഉമ്മ വാതിൽ തുറന്നു, അത് വാങ്ങി വെച്ചു. അപ്പൊ അന്നാണ് മനസ്സിലാക്കിയത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന രീതിയിലായിരിക്കില്ല പല കുടുംബങ്ങളും അകത്തുള്ളത് എന്നുള്ളത്. അപ്പോ സാറിന്റെ കഥകളിലൂടെ ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു.
ഇനിയും ഇതുപോലുള്ള ടോപ്പിക്കുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓ, താങ്ക് യു സർ. വളരെ സന്തോഷം. സാറ് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് പറഞ്ഞത്. ഒരു പക്ഷേ ആദ്യമായിട്ട് എന്നോട് സംശയം ഉന്നയിച്ച മാഡത്തിന്റെ അതിനുള്ളൊരു മറുപടി കൂടി ആയിരിക്കും ഇപ്പൊ ഇതെന്ന് തോന്നുന്നു എനിക്ക്. ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പാവപ്പെട്ട ആളുകളിൽ നിന്ന് ചിന്തിക്കുന്ന നമ്മളെ കാഴ്ചപ്പാട് പാവപ്പെട്ട ആൾക്കാരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ അവർക്ക് ഒരുപാട് സോഴ്സ് നിന്ന് അവർക്ക് ഇതുപോലുള്ള ചാരിറ്റി ഒക്കെ വരുന്നുണ്ടാകും. അവർ അത്യാവശ്യം നല്ല സാമ്പത്തിക അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതേസമയം ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര സമ്പന്നരായ നമുക്ക് തോന്നും. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിക്കോളണം എന്നില്ല. അവരുടെ ഉള്ളിലുള്ള അവസ്ഥ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ ഈ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ പോലെ ചോദിക്കാൻ മടിച്ചിട്ട് നാണക്കേട് കൊണ്ട് പുറത്തു പറയാതെ എല്ലാ ദുരിതങ്ങളും സ്വയം കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വിവേചനം ഒന്നും ഇല്ലാതെ എല്ലാവരും കണ്ട് എല്ലാവരോടും സംസാരിച്ച് ഇനി ഇന്നൊട്ട് ചെറിയൊരു കാര്യം ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ പാലിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ എനിക്ക് ഒരുപാട് നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആരെ കണ്ടാലും ജസ്റ്റ് ഒരു വാക്ക് വയ്ക്കുക. ഓക്കെ അല്ലേ എന്നൊരു വാക്ക് വയ്ക്കുക. ഓക്കെ ആണല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാപ്പി ആണല്ലോ അല്ലേ എന്നൊരു വാക്ക് വയ്ക്കുക. അതുപോലെ സമയമാണെന്ന് ചോദിക്കുക, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുക. ഈ ഒറ്റ ചോദ്യത്തിലൂടെ ഫുഡ് കഴിക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നും അയാൾ വയറ് നിറച്ച് ആഹാരം കഴിച്ച് നിൽക്കുക എന്ന് തോന്നും. പക്ഷെ അയാള് ഒരു നല്ല കുടുംബത്തിലെ ആളായിരിക്കാം. പക്ഷെ എന്തോ സാഹചര്യത്തിന്റെ പേരിൽ ചിലപ്പം പോക്കറ്റ് അടിച്ച് പോയതായിരിക്കാം, പേഴ്സ് എവിടെയെങ്കിലും വീണ് പോയതായിരിക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയാണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ബസ്സിന്റെ പൈസ പോലും ഇല്ലാണ്ട് നിൽക്കുന്ന സമ്പന്ന കുടുംബത്തിലെ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അവരോട് പോയിട്ട് നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായി എന്താ പറ്റിയത്. എന്റെ പേഴ്സ് കളഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങി കൊടുക്കാൻ നമുക്ക് പറ്റും. നാളെ അതിന്റെ പ്രത്യുപകാരം ചിലപ്പം അവന്റെ കയ്യിൽ നിന്നല്ല നമുക്ക് വരിക, വേറെ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നായിരിക്കും വരിക. നാളെ നമുക്കും അതുപോലത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെ സഹായിക്കാനും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ നമ്മുടെ മുമ്പിൽ അവതരിച്ചെന്ന് വരും. അതെങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചോദ്യം ഓക്കെ ആണല്ലോ അല്ലെ, അറിയോ ഓക്കെ എന്നൊരു ചോദ്യം ചോദിക്കുക. അതുപോലെ ഫുഡ് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ, എന്തെങ്കിലും ഒരു ചായ കുടിക്കണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക. അങ്ങനെയൊക്കെയുള്ള സ്നേഹബന്ധങ്ങളുടെ ചെറിയ ചെറിയ വാക്കുകൾ വലിയ വലിയ മാജിക്കുകൾ നമ്മുടെ കയ്യിലുണ്ടാക്കും. ഇപ്പൊ ഈ ഗ്രൂപ്പിന്റെ പേര് തന്നെ ബി മാജിക് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ പറയുന്നു ബി എ മാജിക്. സ്വയം ഒരു മാജിക് ആയിട്ട് അങ്ങോട്ട് മാറുക. നമ്മളായിരിക്കണം ആ മാജിക്. മറ്റൊരാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ മാജിക്കിന്റെ ഉറവിടം അത് നമ്മളായിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാജിക്കുകൾ ദൈവം കാഴ്ചവെക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ചിലരെ ആത്മാഭിമാനം കൊണ്ടും പറയാതിരിക്കും സാർ. ആവശ്യം ഉണ്ടെങ്കിലും ആത്മാഭിമാനം അതോർത്ത് പറയാണ്ടിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാരണം ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു പയ്യനായിരുന്നു. പക്ഷെ അവന്റെ പേഴ്സ് എവിടെയോ കളഞ്ഞു പോവുകയോ ആരോ മോഷ്ടിക്കപ്പെടുകയോ എന്തോ ചെയ്തു. പക്ഷെ അവനെ വിശന്നിരിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അവന് സ്വന്തമായിട്ട് വലിയ ബൈക്കും കാറും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ആ സമയത്ത് അവൻ പരമദരിദ്രനായിരുന്നു. ആ ഒരു നിമിഷം ദൈവം നമ്മുടെ ലൈഫിൽ പല പല മുഹൂർത്തങ്ങൾ കൊണ്ടുവരും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് കൂടുതൽ പൈസ തന്നിട്ട് നമ്മൾ ഏറ്റവും ധനികനായിട്ട് നമ്മൾ നിർത്തുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകും. ചിലപ്പം ഏറ്റവും ധനികനായിട്ട് ഒരാളെ 5 പൈസ പോലും കയ്യില്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെ എന്ത് അവസ്ഥയും നമുക്ക് അറിയില്ല. ആത്മാഭിമാനം കാരണം അല്ലെ, ഈ അഭിമാനക്ഷതം പേടിച്ചിട്ടൊക്കെ പല ആളുകളും അത് പുറത്ത് പറയില്ല. അപ്പൊ അവിടെ നമുക്കൊരു ബൈഫർക്കേഷൻ സാധ്യമല്ല. ആ നിമിഷം ആർക്കാണോ സഹായം വേണ്ടത്, ഞാൻ വീണ്ടും അടിവരായിട്ട് പറയണം, ആ നിമിഷം, ആ പർട്ടിക്കുലർ നിമിഷം ആർക്കാണോ സഹായം വേണ്ടത് അവർക്ക് ആ സഹായം നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ എന്റെ അമ്മാമനും ഞാനും കൂടെ ഒരു റമദാൻ മാസത്തിൽ അതിന് എല്ലാ വർഷവും റമദാൻ അത്യാവശ്യം നന്നായിട്ട് സക്കാത്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇതുപോലെ ഓരോ കുടുംബത്തിനും 25,000 രൂപ വെച്ച് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചോടാ, നീ കുറച്ച് ആൾക്കാരെ പേര് പറയുന്ന നാട്ടിലുള്ള നമുക്ക് അവർക്കൊക്കെ കൂട്ടി 25,000 രൂപ വെച്ച് സക്കാത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഞാനൊരു 10 വീടുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവരൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൈസ കൊടുത്തതിന് സമയത്ത് ഞങ്ങൾ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറിയിട്ട് ആ സ്ത്രീക്ക് ഞങ്ങൾ 25,000 രൂപ കയ്യിൽ ഇങ്ങനെ കൊടുത്തപ്പോ അവർ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ തീരെ സുഖമില്ലാണ്ട് കിടക്കുകയാണ്, അവനെ ചികിത്സിക്കാൻ വലിയൊരു സംഖ്യ വേണം. എന്താ ഞാൻ പൈസക്ക് ചെയ്യാന്ന് അറിയാണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് മോനെ പൈസയും കൊണ്ട് വന്നത്. സന്തോഷമായി മോനെ, ഇത് കുറച്ച് ദിവസത്തേക്കുള്ള അവന്റെ മരുന്നിനുള്ള പൈസ ഇതിലായി, സന്തോഷമുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് അവര് ഒരുപാട് പൊട്ടിക്കരഞ്ഞു ഞങ്ങളെ മുമ്പ് കിടന്നിട്ട്. അടുത്ത ദിവസം എന്റെ അമ്മാമ്മ പറഞ്ഞാ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ബാക്കി പൈസയും കൂടി അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ, നീ അറിയാണ് ഞാൻ ഇന്നലെ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാവുക ചെയ്തത്. എന്തായാലും ആ കുടുംബത്തിന് ആ പൈസ ഉപകാരപ്പെട്ടല്ലോ എന്ന രീതിയിൽ. അപ്പൊ ഇതുപോലെ ആയിരിക്കും പലപ്പോഴും പലരുടെയും കാര്യങ്ങൾ ആരും പുറത്ത് പറയാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. നോക്കി നമ്മൾ ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം. താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ, ഷുവർ. The art of living. Art of giving.
മറ്റുള്ളവർക്ക് നൽകുന്നതിലെ മനോഹാരിത. സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. മറ്റൊരാളുടെ ജീവിതം മെച്ചപ്പെടാൻ കഴിയും വിധം സത്യസന്ധമായ മനസ്സോടെ കൊടുക്കുന്ന വ്യക്തിക്ക് അതിന്റെ പ്രയോജനമുണ്ടോ എന്ന് മനസ്സിലാക്കി അവരുടെ അഭിമാനം കാത്ത് തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയില്ലാതെ നമ്മൾ കൊടുക്കുക. നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാർ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ആർട്ട് ഓഫ് ഗിവിംഗ് എന്ന ടോപ്പിക്കിലൂടെ നല്ലൊരു അറിവ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തതിനും നജിമുദ്ദീൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു നജിമുദ്ദീൻ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ഓൾ.